ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അർജുൻ എഴുതിയിരിക്കുന്ന മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അർജുൻ, യഥാർത്ഥ പേരല്ല. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. എനിക്ക് ഒരു ചേച്ചിയുണ്ട്. അച്ഛനും അമ്മയുമുണ്ട്. 2 പേർക്കും ജോലിയുണ്ട്. അച്ഛൻ മറ്റൊരു ജില്ലയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അമ്മ കുറേക്കാലം മാത്രമായുള്ള ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. നോക്കിയാൽ കാണാവുന്നൊരു സ്ഥലത്താണ് അമ്മയുടെ ജോലി. എൻ്റെ അച്ഛനും അമ്മയും നല്ല സൗന്ദര്യമുള്ളവരാണ്. പക്ഷേ നല്ല പ്രായവ്യത്യാസമുണ്ട്. 11 വയസ്സുണ്ട് പ്രായവ്യത്യാസം. എനിക്ക് ഓർമ്മ വച്ചപ്പോൾ മുതൽ അച്ഛൻ വേറെ ജില്ലയിലാണ്. വല്ലപ്പോഴും മാത്രം വരും. ഞാനും എൻ്റെ ചേച്ചിയും അമ്മയൊക്കെ വലിയ കൂട്ടാണ്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഞങ്ങളോട് ഭയങ്കര കാര്യമാണ്. പക്ഷേ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളോട് കിന്നാരത്തിനൊന്നും അമ്മ കൂടില്ല. അച്ഛനുമായിട്ട് അത്ര വലിയ ഒരു സ്നേഹപ്രകടനമൊന്നും അമ്മ കാണിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ വരുമ്പോഴേക്കുമെല്ലാം റെഡിയാക്കി വെക്കും. സമയത്തിന് ഭക്ഷണം കൊടുക്കും. എവിടെങ്കിലും പോവുകയാണെങ്കിൽ 2 പേരും കൂടെ പോകാറുണ്ട്. 1-2 വാക്കുകളിൽ സംഭാഷണം ഒതുക്കും. ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് അവർ തമ്മിൽ വഴക്കോ വക്കാണമോ ദീർഘനേരമുള്ള നല്ല സംഭാഷണങ്ങൾ പോലും ഞാൻ കണ്ടിട്ടില്ല. കുറച്ചൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ചോദിച്ചിട്ടുണ്ട്, എന്താ അമ്മ നിങ്ങൾ അധിക നേരം സംസാരിക്കാത്തതെന്ന്. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഞങ്ങളെല്ലാം പറയാറുണ്ടെന്ന്. ഒരു ദിവസം ചേച്ചി എന്നോട് തമാശയായിട്ട് പറഞ്ഞു, അവർ 2 പേരും കൂടി മുറിക്കകത്ത് കയറി രാത്രി കിടക്കാൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ ദീർഘമായിട്ട് സംസാരിക്കുമായിരിക്കുമെന്നും. പക്ഷേ ഒരിക്കൽ പോലും അങ്ങനെയുള്ള എന്തെങ്കിലും സംസാരമൊന്നും അവരുടെ മുറിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ചേച്ചിട്ട് പറഞ്ഞു, ഞാനങ്ങനെ കേട്ടില്ല. അവരെന്താ ഉഗാണ്ടയിലോ മറ്റോണ് പോയി കിടക്കുന്നത്, ചേച്ചി കേട്ടിട്ടുണ്ടോ? ഇല്ലടാ, അത് ചിലപ്പോൾ ശബ്ദം നമ്മൾ കേൾക്കാത്തതായിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും അവർ തമ്മിൽ മുറിക്കകത്ത് നല്ല സ്നേഹമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷേ ഞങ്ങളെ അച്ഛൻ സ്നേഹിക്കുമ്പോൾ അമ്മ ആ ഭാഗത്തേക്ക് വരാറേയില്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ സ്നേഹ വർത്തമാനങ്ങളൊന്നുമില്ല. അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയും, അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്, ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കൂ. അച്ഛൻ ഇഷ്ടം പോലെ പണം നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കുറവുമില്ല. ആവശ്യമില്ലാതെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് പറഞ്ഞ് അമ്മ താക്കീത് നൽകും. അമ്മ ഇത്തിരി സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ അധികം ഒന്നും കയറി മുട്ടാൻ ഞാൻ ചേച്ചി പോകാറില്ല. ചേച്ചി ഒരാളെ സ്നേഹിച്ചു. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് നല്ല വിഷമമായിരുന്നു. പക്ഷേ അമ്മ അവളുടെ ഇഷ്ടമല്ലേ, നടത്തിക്കൊടുക്കാം എന്ന് പറഞ്ഞ് അവരുടെ കല്യാണം 3 വർഷത്തിന് മുമ്പ് നടത്തിക്കൊടുത്തു. അവർ 2 പേരും തമിഴ്നാട്ടിലൊരിടത്താണ് ജോലി ചെയ്യുന്നത്. അവിടെ സെറ്റിലുമാണ്. പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു 3 മാസം കൂടുമ്പോൾ. അച്ഛൻ മിക്കവാറും 1 മാസം കൂടിയിരിക്കുമ്പോഴാണ് വരുന്നത്. ഞാനും അമ്മയും തനിയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അച്ഛനോട് പറയാം, അച്ഛാ പ്ലീസ് ആഴ്ചയിലൊരിക്കലെങ്കിലും വാ, അവിടെ നിന്ന് വന്നിട്ട് പോകാമെന്നല്ലേ ഉള്ളൂ എന്ന്. അപ്പം അച്ഛൻ പറയും, വേണ്ട, അനാവശ്യ ചിലവാണെന്ന്. അമ്മയോട് ഞാൻ പറയാം, അമ്മ അച്ഛനോട് വരാൻ പറ. നിൻ്റെ അച്ഛനെ കാണാൻ നിനക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, അപ്പോൾ നീ വിളിച്ച് പറയുക. ഞാൻ പണ്ടോട്ടെ പുള്ളിയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയാണ്. പുള്ളി വരുന്ന സമയത്ത് ഞാൻ കാണും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് എനിക്ക് തോന്നാറില്ലെന്നും. ഞാൻ പറഞ്ഞ സാധാരണ ഭാര്യമാർക്കാണ് ഭർത്താക്കന്മാരെ എപ്പോഴും കാണാൻ തോന്നുന്നതെന്ന്. എന്നാൽ ഞാൻ അങ്ങനെ ഒരു ഭാര്യയിലെന്ന് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞ് അമ്മ വെട്ടിത്തിരിഞ്ഞു പോയി. അപ്പോഴേ എനിക്ക് മനസ്സിലായി, അച്ഛനും അമ്മയ്ക്കിടയിൽ ഞാൻ വളർന്നു വന്നപ്പോൾ കണ്ട രീതിയിലല്ല, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നമ്മളടുത്തുനിന്ന് അവർ അതിസമർത്ഥമായിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് ഇതൊക്കെ എന്നറിയാൻ എനിക്കൊരു ആകാംക്ഷയുണ്ട്. പക്ഷേ അമ്മയോട് ചോദിക്കാൻ പറ്റില്ല. അമ്മ പറയില്ല. അച്ഛനോട് ചോദിച്ചാലും ഒരിക്കലും അച്ഛൻ അതിനൊന്നും മറുപടി പറയില്ല. നിനക്ക് തോന്നുന്നതായിരിക്കും എന്ന് മാത്രമേ പറയുകയുള്ളൂ. പുള്ളി ഒന്നും ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു ടൈപ്പല്ല. എന്നോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അമ്മയാണ് ഞങ്ങളുടെ വീട്ടിൽ സ്ട്രിക്റ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അമ്മ അടുത്തുള്ള ഒരു ഫാക്ടറിയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. അവിടുത്തെ സൂപ്പർവൈസറാണ്. ഞാൻ +2 പഠിക്കുന്ന കാലം വരെ അമ്മ എന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങി. 4 മണിയാകുമ്പോഴേക്കും ഞാൻ വരില്ല, ഞാൻ അവിടെ ഫാക്ടറിയിലായിരിക്കും അല്ലെങ്കിൽ കമ്പനിയിലായിരിക്കും, നീ തനിയെ ചായ ഇട്ട് കുടിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. വേണമെങ്കിൽ ചോറ് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോ, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോ എന്നൊക്കെ പറയാൻ തുടങ്ങി. മാഡം, പെട്ടെന്നുള്ള മാറ്റമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയുടെ വഴക്കുണ്ടാക്കി. അമ്മ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പണ്ടത്തെ പോലെ എനിക്ക് പൊതിയൊക്കെ എടുത്തതാന്ന് പറയുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ വലിയ കുട്ടിയായി, നിൻ്റെ പുറകെ നടക്കാൻ എനിക്ക് വയ്യ, സ്വന്തം വസ്ത്രങ്ങളൊക്കെ നീ കഴുകിക്കണം, നിൻ്റെ ജോക്കിയും അതും ഇതൊന്നും കഴുകാൻ എനിക്ക് പറ്റില്ല, കൈകൊണ്ട് പോലും തൊടാൻ എന്നെ കിട്ടില്ല എന്നൊക്കെ പറയുകയാണ് മാഡം. പെട്ടെന്ന് അമ്മയുടെ സ്വഭാവമാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ദിവസം അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെ പറയുകയാണെന്ന്. അമ്മ പറഞ്ഞതിലും കാര്യം കാണും,
അവൾ പറഞ്ഞതിനെ എതിർത്ത് നിൽക്കാൻ നോക്കണ്ട, അവളൊന്നും ചെയ്തു തരില്ല. ഇനിയിപ്പോൾ നിനക്ക് 18 വയസ്സ് കഴിഞ്ഞല്ലോ, എല്ലാം തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പഠിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ മനസ്സിൽ എനിക്ക് ഇത്തിരി പ്രശ്നമുണ്ടായി വന്നു. പിന്നീട് ഞാൻ അമ്മയോട് അധികമൊന്നും തർക്കിക്കാൻ പോയില്ല. പക്ഷേ സമയം കഴിഞ്ഞിട്ടും ആ കമ്പനിയിൽ അമ്മ ജോലി ചെയ്യുന്നത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അവിടെ പല ഫ്രണ്ട്സിൻ്റെയും കൂടെ അമ്മ ഇരിക്കും. 5 മണിക്ക് വരേണ്ട അമ്മ 7 ആയാലും വരികയില്ല. പിന്നീട് വൈകിട്ട് അത്താഴത്തിന് വന്ന് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കും. എന്നും അത് തന്നെയാണ്. ഒരു ദിവസം അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയുടെ വഴക്കിട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, വേണമെങ്കിൽ നീ പാചകം ചെയ്ത് കഴിക്കാൻ. അതുകൂടി കേട്ടപ്പോൾ എൻ്റെ സർവ്വ കൺട്രോളും പോയി. പാചകം എൻ്റെ വശത്ത് നിൽക്കുന്ന അല്ലല്ലോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അമ്മയും തിരിച്ചു പറഞ്ഞു. ഞാൻ അപ്പോൾ ചോദിച്ചു, അമ്മ എന്തിനാണ് ജോലി സമയം കഴിഞ്ഞിട്ട് ഫാക്ടറി നിൽക്കുന്നത്? അതിന് വലിയ ഫാക്ടറിയോ കമ്പനിയോ ഒന്നും അല്ലാതെ. അമ്മ സൂപ്പർവൈസറാണെന്ന് പറഞ്ഞ് എപ്പോഴും അവിടെ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ചുമ്മാ ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ ഇരുന്ന് സൊറ പറയുകയല്ലേ എന്ന് ചോദിച്ചു. അതിന് നീ എന്താടാ, നീ എന്നെ ഭരിക്കാനൊന്നും ആയിട്ടില്ല. ഞാൻ ചിലപ്പോൾ സൊറ പറയും, ചിലപ്പോൾ വേറെന്തെങ്കിലും ആയിരിക്കും കാണിക്കുന്നത്. അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, നാട്ടുകാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് അമ്മ അനാവശ്യമായിട്ട് ഫാക്ടറിയിൽ രാത്രി വരെ നിൽക്കുകയാണെന്ന്. ആരാടാ പറഞ്ഞത്? പറഞ്ഞവർക്ക് എന്തെങ്കിലും സൂക്കടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ തീർത്ത് കൊടുക്കാമെന്ന്. എന്നാലും അമ്മ അത്ര അധികം നേരം അവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നീയല്ലേ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ കാണും, ചിലപ്പോൾ എനിക്കവിടെ കാമുകന്മാർ കാണും, അല്ലെങ്കിൽ എനിക്കവിടെ ഭർത്താവ് കാണും. അതൊന്നും നിന്നോട് വിസ്തരിക്കേണ്ട കാര്യമില്ല. ആഹാ, ഇതിനു വേണ്ടിയിട്ടാണ് അമ്മ അവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അമ്മയ്ക്ക് ഭർത്താക്കന്മാരുള്ള കാര്യവും എനിക്കറിയില്ലായിരുന്നു. ക്ഷമിക്കുക, അച്ഛൻ വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാമെന്ന്. ഓ, നിൻ്റെ അച്ഛൻ എനിക്ക് വലിയ പേടിയൊന്നുമില്ല. അയാൾ ഇതറിഞ്ഞ എന്താ എന്നെ മൂക്കിക്കൂടെ കയറ്റി വായക്കൂടെ ഇറക്കുമോ? എനിക്ക് അങ്ങനെ ഒട്ടും പേടിയില്ല. ഞാൻ പറഞ്ഞ് ശരിയാ, ഭർത്താവിനെ മതിക്കാത്തൊരമ്മയാണ് നിങ്ങൾ. കാര്യം നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമായിട്ടൊരു വർത്തമാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ പൊട്ടിത്തെറിച്ചു. എടാ, നിൻ്റെ അച്ഛൻ്റെ ഗുണം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നേക്കരുത്. ഇതുപോലെ കളത്തിന് കാണിക്കുന്നതിന് മനുഷ്യൻ ലോകത്തിലില്ല. മുടിയും ചീകി പൗഡർ ഇട്ട് ഇറങ്ങും കണ്ട പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയാളോട് നീ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ മാനത്തോട്ടൊക്കെ പറത്തി വിടും. ഒന്ന് പോടാ. അമ്മേ, വെറുതെ അമ്മയുടെ സ്വഭാവം വെച്ചിട്ട് അമ്മ അച്ഛനെ കുറ്റം പറയരുത്. അച്ഛന് അത്തരം സ്വഭാവങ്ങളൊന്നുമില്ല. നീ എന്താടാ അച്ഛനെ പുറകെ ക്യാമറ വെച്ച് നടക്കാണോ? അതോ 24 മണിക്കൂറും അങ്ങേരുടെ ഡാഷും താങ്ങി നടക്കുകയാണോ എന്ന് അമ്മ ചോദിച്ചു. ആ വാക്ക് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഞെട്ടലുണ്ടായി. ഞാൻ തുറിച്ച് അമ്മയെ നോക്കി. അമ്മയ്ക്ക് അതിന് കൂസലുമില്ല. അമ്മ ഒരിക്കലും അങ്ങനൊരു വാക്ക് പറഞ്ഞ് ഞാൻ കേട്ടേയില്ല. അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ അമ്മേ, തലയിലെ കിളിയെല്ലാം പോയോ? തലയ്ക്ക് ഓളമായോ? അമ്മ എന്തൊക്കെയായി പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ആ, നിൻ്റെ അച്ഛൻ നല്ലവനാണെന്നല്ലേ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, നാളെ തൊട്ട് അയാളുടെ കൂടെ പോയി അയാൾ താമസിക്കുന്ന റൂമിലങ്ങ് താമസിക്കുക. അപ്പം മനസ്സിലാകും അവിടെ എന്താ നടക്കുന്നതെന്ന്. വർഷങ്ങളായി ഞാനിത് അറിയുന്നു. വേറൊരു സ്ഥലത്ത് ജോലി എന്ന് പറഞ്ഞിട്ട് അങ്ങേര് അവിടെ നിന്ന് കാണിക്കുന്ന കൂത്താട്ടമൊക്കെ സഹിക്കുന്നത് ഞാനാണ്. എനിക്ക് 2 മക്കളുണ്ട്. അവരെ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറേയൊക്കെ സഹിച്ചു. ഇനിയിപ്പം ഞാൻ ആസ്വദിച്ച എന്താടാ? ഒരു കുഴപ്പമില്ല. അങ്ങേർക്ക് 100 മുറം കൊത്താമെങ്കിൽ എനിക്ക് 10 മുറമെങ്കിലും കൊത്താം. എന്താ അമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ടായിരിക്കാം ഞാൻ അവിടെയുള്ള ആണുങ്ങളുമായി കൊഞ്ചിക്കുഴയുന്നു. എനിക്ക് അങ്ങനെ പറഞ്ഞാലും യാതൊരു ചുക്കും ചുണ്ണാമ്പുമില്ല. നിൻ്റെ അച്ഛൻ 100 പെണ്ണുങ്ങളുമായിട്ട് നടക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ടാകും. അത് എൻ്റെ മിടുക്ക്. ഞാനേ അയാളെക്കാട്ടിൽ 11 വയസ്സ് ഇളയതാണ്. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. അങ്ങേരെ ഈ പ്രായത്തിലും ഇങ്ങനെ കൂത്താടം നടത്തുകയാണെങ്കിൽ എനിക്കെന്താടാ ഇവിടെ നടത്തിയാൽ എന്ന് ചോദിച്ചു. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. അമ്മേ, അങ്ങനെ ആളുകളൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വെറുതെ അമ്മ എന്നും താമസിച്ച് വരുന്നതാണല്ലോ എന്ന് അപ്പുറത്തെ രമണി ചേച്ചി എന്നോട് ചോദിച്ചു. അവൾ ചോദിക്കും, നിൻ്റെ അച്ഛൻ വരുമ്പോഴേക്കും അവൾ ഗുഹാമാതിലും തുറന്ന് നിൽക്കുകയല്ലേ? അവൾ ചോദിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നാൽ ഞാൻ മോനോടൊരു കാര്യം പറയാം. ഇനിയും ചിലപ്പോൾ എന്നെയും മറ്റാണുങ്ങളെയും ചേർത്ത് പലരും പലതും പറഞ്ഞെന്നിരിക്കും. അത് കേൾക്കുമ്പോൾ നീ ഞെട്ടരുത്. അത് കള്ളമാണെന്ന് നീ വിചാരിക്കരുത്. അത് പരമസത്യമാണ്. ഞാനും അടിച്ചു പൊളിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. നിൻ്റെ അച്ഛന് മാത്രമല്ല ഡാഷ് ഉള്ളത് നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർക്കുണ്ട് എന്നതും അയാൾ വരുമ്പോൾ പറഞ്ഞു കൊടുത്തര്. അല്ലെങ്കിൽ ഇപ്പോഴേ ഫോൺ വിളിച്ച് നിൻ്റെ അച്ഛനോട് അങ്ങ് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ, ഇങ്ങനെ താഴ്ന്ന് സംസാരിക്കരുതെന്ന്. അമ്മ പറഞ്ഞു, താഴേണ്ടടുത്ത് താഴ്ന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. മോൻ ഏകദേശം ചിത്രം തെളിഞ്ഞു കിട്ടിയല്ലോ.
കാര്യങ്ങൾ പിടികിട്ടി കാണുമല്ലോ. അമ്മയ്ക്ക് കമ്പനിയിലെ മയിലാട്ടം കഴിഞ്ഞിട്ട് മാത്രമേ വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ നീ കഴിക്കുക, ഇല്ലെങ്കിൽ നിൻ്റെ അച്ഛനില്ലേ, അങ്ങേര് ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്ന ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, ലാവിഷ്. അല്ലെങ്കിൽ പണം ചോദിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കുക. ഒന്നുകിൽ ഞാൻ വെക്കുന്നത് കഴിക്കുക, അല്ലെങ്കിൽ നീ പാചകം ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ നിന്ന് പൈസ മേടിച്ച് ഓർഡർ ചെയ്ത് കഴിക്കുക. വ്യക്തമായി ഞാൻ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞ് അമ്മ ചാടിത്തുള്ളി അകത്തേക്ക് പോയി. ഇത്രയും നാളായിട്ടും സൈലൻ്റ് ആയിരുന്ന അമ്മ ഇങ്ങനെ പൊട്ടിത്തെറിച്ചതിന് പിന്നിലുള്ള രഹസ്യം ഒരു 10% ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അച്ഛൻ പണ്ട് തൊട്ടേ അമ്മയെ ചതിക്കുന്നുണ്ട്. അച്ഛൻ്റെ സൗന്ദര്യം അച്ഛൻ പല വഴിക്കും തിരിച്ചുവിടുന്നു. അമ്മ വീട്ടിലിരുന്ന് വല്ലാതെ ബുദ്ധിമുട്ടി കാണും അച്ഛൻ്റെ ലീലാവിലാസങ്ങൾ അറിഞ്ഞ്. അത് കഴിഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയും ജോലി ടൈപ്പായി നടക്കുകയായിരിക്കും. അമ്മയ്ക്ക് അതുകൊണ്ട് ആരോടും ഒരാത്മാർത്ഥതയില്ല, വാശിയാണ് എന്നെനിക്ക് തോന്നി. അമ്മയുടെ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ സംസാരിച്ചു കഴിഞ്ഞാൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാകുമെന്ന് തോന്നി. അതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ തന്നെ ഞാൻ കുത്തിയിരുന്നു. അല്ല, അമ്മ എന്തിനാണ് എന്നോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. എന്നോട് അകന്നു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്തു. അപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒരു കോഫി മഗ്ഗിൽ കോഫി കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഒരു കപ്പ് അമ്മയും എടുത്തിട്ട് എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന് കുടിക്കുന്നു. ഞാനാണെങ്കിൽ അതെടുത്ത് കുടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശർക്കരയൊക്കെ ചേർത്ത് ഒരു വല്ലാത്ത തരം രുചി. ഞാൻ ചോദിച്ചു ഇതെന്താണെന്നും. ആ ഇതാണ് ആവാരം പൂട്ടി, ആവാരം പൂ, അതെന്തോ അമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടാ ആവാരം പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന ഒരു ഔഷധ ചെടിയാണ്. അതിൻ്റെ പൂ കൊണ്ടുണ്ടാക്കിയ ഒരു ടീ ആണിത്. നല്ല ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഇത് പ്രഷറ്, ഷുഗറോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്, നീ കുടിക്ക് എന്ന് പറഞ്ഞു. അമ്മയപ്പോൾ ഇത്തിരി ഒന്ന് തണുത്തെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, അമ്മേ കാര്യമൊക്കെ ഓക്കെ, അച്ഛനമ്മയെ ചതിച്ചു പണ്ട് തൊട്ടേ, അമ്മ അതൊക്കെ സഹിച്ചു, എന്നിട്ട് അമ്മ ഇപ്പോൾ പ്രതികാരം ചെയ്യാൻ നടക്കുന്നു. അമ്മയ്ക്ക് വേറെ ബന്ധങ്ങളുമുണ്ട്, എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചിട്ട് അമ്മ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാനെന്ത് ചെയ്തു? എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കടമകളൊക്കെ അമ്മ ചെയ്തു തരേണ്ടതല്ലേ? അമ്മ എന്നോട് +2 വരെ എങ്ങനെ പെരുമാറിയത്? എന്തൊരു സ്നേഹമായിരുന്നു അമ്മയ്ക്ക്. അമ്മ എങ്ങനെയാണ് ഇത്രയും മാറിപ്പോയത് എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, സോറി മോനെ, എടാ നീ പറഞ്ഞത് ഏകദേശം ശരിയാണ്. കല്യാണം കഴിഞ്ഞ് 1 വർഷമാകുന്നതിന് മുമ്പ് അങ്ങേർക്ക് മറ്റ് ബന്ധങ്ങളുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ അങ്ങേര് പറഞ്ഞു, ഇല്ല ഇല്ല അത് നിനക്ക് തോന്നുകയാണെന്ന്. കൈയോടുകൂടി ഞാൻ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങേര് മാപ്പ് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും എനിക്ക് 2 കുട്ടികളായിരുന്നു. ആ 2 കുട്ടികളാകുന്നവരെയും ഇയാൾ പറഞ്ഞത് മറ്റുള്ളവർ പറയുന്ന ഗോസിപ്പാണ്, ബന്ധുക്കൾ പറയുന്ന ഗോസിപ്പാണെന്നാണ്. നിനക്ക് 2 വയസ്സായപ്പോൾ ആരും അറിയാതൊരു ദിവസം അപ്രതീക്ഷിതമായി അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അയാളെയും ഒരുത്തേയും കൂടെ കൈയോടെ പിടികൂടിയത്. അന്ന് അയാൾ എന്നോട് പറഞ്ഞത് എനിക്കിതൊന്നും നിർത്താൻ പറ്റില്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന്. അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു. 2 കുട്ടികളെ കൊണ്ട് എന്തായാലും ഇയാളെ പിരിയുന്നില്ല. അങ്ങേരുടെ ജീവിതം ജീവിക്കട്ടെ, ഞാനിവിടെ ജീവിച്ചോളാം എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെ 2 പേരെയും വളർത്തി ജീവിച്ചു. നീ +2 ആയപ്പോഴാണ് എനിക്ക് ജോലിക്ക് പോകണം തോന്നിയത്. വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കാശുണ്ട്, അതുകൊണ്ടല്ല. ഒരു നേരം പോക്ക്. അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ ആഴ്ച എന്നോട് ചോദിച്ചത്, അവിടെ ചെന്നപ്പോൾ നിനക്ക് ഏതാണുങ്ങളാണ് ഇഷ്ടപ്പെട്ടത്, അവസരങ്ങളുണ്ടോ എന്നുള്ള രീതിയിലാണ്. അയാളെപ്പോലെയല്ലേ എന്നെ കാണുന്നത്. അന്ന് മുതൽ എനിക്ക് വാശിയായിരുന്നു. എങ്കിൽ പിന്നെ എനിക്കാണോ അവസരം കൂടുതൽ, അയാൾക്കാണോ അവസരം കൂടുതൽ എന്നൊന്ന് നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്നതെല്ലാം ചെറുപ്പക്കാരാണെന്ന് എനിക്കറിയാലോ. 35 വയസ്സിൽ താഴെയുള്ളവരാണ്. എല്ലാവരും നല്ല ഫിറ്റായവരാണ്. ഫിറ്റോ കുടിച്ചോ പോടാ, അങ്ങനെയല്ല, നല്ല ഫിറ്റ്, ദേഹം ഫിറ്റായവരാണെന്ന് എനിക്കറിയില്ലേ. അവിടെ നല്ല വർക്കേഴ്സ് അല്ലേ ഉള്ളത്. അതുകൊണ്ട് അല്ല, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എന്നോട് ഭയങ്കര കൂട്ടാടാ. ചിലർക്കൊക്കെ ഇല്ലേ എന്നോട് പ്രണയം പോലെയാണ്. എന്ന് വെച്ചിട്ട് ഞാൻ അവരോടിരുന്ന് കുറേ നേരം സംസാരിക്കും. എൻ്റെ ജോലി കഴിഞ്ഞാലും അവരുടെ നടുക്കിരുന്ന് സംസാരിക്കുമ്പോൾ ആണുങ്ങളുടെ തന്നെയാണ്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു റിലാക്സേഷനാണ്, ഒരു നിർവൃത്തിയാണ്. നിൻ്റെ അച്ഛനെ ഏതോ ഒരു രീതിയിൽ പ്രതികാരം ചെയ്ത് തളർത്തുന്ന പോലെ തോന്നും. എന്ന് വെച്ചിട്ട് അമ്മ ഇതൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, 100 ആഗ്രഹങ്ങൾ. കാര്യം അമ്മ വർഷങ്ങളായി ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുകയാണ്. ഇതിൽ കൂടുതൽ എനിക്ക് നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും നീ ബയോളജിക്കല്ലേ പഠിക്കുന്നത്, നിനക്കറിയാമല്ലോ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ. പക്ഷേ അമ്മ ഇതിനു മുമ്പ് കരുതുള്ളി പറഞ്ഞത് 2 3 ഭർത്താക്കന്മാരുണ്ടെന്നല്ലേ? ഒന്ന് പോടാ,
അങ്ങനൊന്നുമില്ല. എനിക്കും ഈ പറഞ്ഞതുപോലെ റൊമാൻസ് പോലെ എന്തോ അവരോടൊക്കെ തോന്നാറുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് കാരണം നിന്റെ അച്ഛനാണ്. നിങ്ങളുടെ മുന്നേ വെച്ച് എന്നോട് നല്ല സ്നേഹത്തിലോ അല്ലെങ്കിൽ അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പെരുമാറും. പക്ഷേ നിങ്ങൾ പോയി കഴിയുമ്പോഴേക്കും അയാളെന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. നിനക്കവിടെ ഭർത്താക്കന്മാരല്ലേടി, കിളുന്ന പയ്യന്മാരല്ലേ അവിടെ ഉള്ളത് എന്നൊക്കെ ചോദിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ സാമാന്യം തെറ്റില്ലാത്ത ഒരു മനോരോഗിയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് കാര്യം മനസ്സിലായി എന്ന് വെച്ച് അമ്മ മറ്റുള്ളവരുമായിട്ട് അടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം അമ്മ പിന്നെയും പൊട്ടിത്തെറിച്ചു. നിന്റെ ഇഷ്ടം ആര് നോക്കുന്നു? നിന്റെ അച്ഛനെ കൊണ്ടോ എനിക്ക് ഉപകാരമില്ല. മറ്റുള്ളവരെ കൊണ്ടെങ്കിലും എനിക്കൊരു ഉപകാരം ഉണ്ടാകട്ടെ. പക്ഷേ അമ്മ അങ്ങനെയൊന്നും ഇല്ലെന്നല്ലേ പറയുന്നത്? എല്ലാം ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തില്ല. നിൻ്റെ അച്ഛന് നല്ലൊരു മധുരമായ മറുപടി ഞാൻ ഇനിയും കൊടുക്കും. അതിനുള്ള എല്ലാ സെറ്റപ്പും എനിക്കുണ്ട്. അമ്മ എന്തിനാ പിന്നെ എന്നോട് ദേഷ്യപ്പെടുന്നതും എന്നെ അകറ്റി നിർത്തുന്നതും? നീ ഇവിടെ ഉള്ളോണ്ടല്ലേ എനിക്ക് ഒന്നും നടക്കാത്തത്. അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അടിച്ചു പൊളിച്ചേനെ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ബാംഗ്ലൂരിൽ പോയി പഠിക്കാൻ പണം ഇഷ്ടം പോലുള്ള അച്ഛൻ്റെ മകൻ. നിനക്ക് പോയി പഠിക്കരുതായിരുന്നോ? നീ എന്തിനാ ഇവിടെ നിന്നത്? ഓ, ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടക്കുറവ് അത് പിന്നെ ഇഷ്ടക്കുറവല്ല. എന്തായാലും എൻ്റെ ജീവിതം താറുമാറായി. അതൊന്ന് നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ മകൻ ഒരു വിലങ്ങുതടിയായി നിൽക്കുകയല്ലേ. നീ ഇവിടെ ഉള്ളപ്പോൾ നീ എന്തെങ്കിലും അനുവദിക്കുമോ? എനിക്ക് ഈ വീട് അടുത്താണ്. അവിടെയുള്ള ആരെങ്കിലും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അതിനുള്ള സൗകര്യം ഇല്ല. പകൽ സമയത്ത് പറ്റില്ലല്ലോ, എല്ലാവരും നോക്കിയിരിക്കല്ലേ. രാത്രിയാണെങ്കിൽ പറ്റുമോ നീ ഇവിടെ ഉള്ളപ്പോൾ എന്നമ്മ എന്നോട് ചോദിച്ചു. അമ്മയ്ക്ക് അത്രയ്ക്കും ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. കാര്യം നീ ഒരു പെണ്ണല്ല, നീ ഒരാണാണ്. ആണിന് പെണ്ണിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റില്ല. അമ്മയാണെങ്കിലും ആരാണെങ്കിലും. ഞാനൊന്നും മിണ്ടിയില്ല. ഒരാഴ്ചയോളം ഞാൻ മനസ്സിലിട്ട് ആലോചിച്ചു. അത് കഴിഞ്ഞ ശേഷം ഒരു ദിവസം കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പറഞ്ഞത് ഞാൻ ചിന്തിച്ചു. എന്ത്? അല്ല, അമ്മയുടെ ഈ ദാഹവും മോഹവും ഒക്കെ. എന്താ, അത് കോഫി കുടിച്ചാൽ തീരില്ലേ? അതല്ലമ്മേ, അന്ന് പറഞ്ഞ കാര്യം. ഞാൻ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് പല തടസ്സങ്ങളും ഉണ്ടാകുന്നു. എന്താ, നീ ഇവിടുന്ന് എവിടെയെങ്കിലും പോകാൻ പോകണോ? ഹോസ്റ്റലിലേക്ക് മാറുകയാണോ? അല്ല, ഞാൻ ഒരു തീരുമാനമെടുത്തു. എന്താടാ? അമ്മയുടെ ഇഷ്ട സമയത്ത് ആരെയും ഇവിടെ കൊണ്ടുവരാം. ഞാനിവിടെ കാണും. അമ്മയ്ക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യാം. ഞാനുള്ളപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ അമ്മേ പ്രശ്നം? ഒരു പ്രശ്നവും ആൾക്കാർക്ക് തോന്നില്ല. ഞാൻ ഇല്ലാത്തപ്പോൾ വരുമ്പോഴേ റിസ്ക്. അമ്മ എൻ്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി. ഉള്ളതാണോടാ നീ പറഞ്ഞത്? അതോ അച്ഛനോട് പറയാൻ വേണ്ടിയിട്ട് എന്നെ നീ വെറുതെ താഴ്ത്തി കിട്ടുകയാണോ? അല്ല, ഈ കാര്യത്തിൽ ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അമ്മ എന്നെ പെട്ടെന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എൻ്റെ പൊന്നു മോനെ, നിനക്ക് ഇത്രയും വിവരമുണ്ടായിരുന്നോ മനസ്സിൽ? സത്യമായും അമ്മയ്ക്ക് ആഗ്രഹങ്ങളുണ്ടടാ. ഞാൻ പറഞ്ഞു, പ്രശ്നമില്ല, പക്ഷേ അമ്മ ലിമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കേടാ, ഞാൻ ലിമിറ്റ് ചെയ്യാം. അവിടെ ഒരു പയ്യനുണ്ട്, ആദർശ്. അവൻ എന്നോട് ഒത്തിരി ഇഷ്ടമാണ്. ആക്ച്വലി അവൻ എനിക്ക് അയച്ചിരിക്കുന്ന ചാറ്റ് നോക്കാൻ പറഞ്ഞ് അമ്മ എന്നെ വാട്സാപ്പ് ആദ്യമായി കാണിച്ചു. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ അയച്ചിട്ടുണ്ടോ? രണ്ടുപേരുടെ ഫോട്ടോ ഉണ്ട്. ഇതെല്ലാം കണ്ട് ഞാൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി. അമ്മ ഇത്ര അഡ്വാൻസ് ആയോ? എന്ത് ചെയ്യുമടാ? ചില നേരങ്ങളിൽ ചില മനുഷ്യർ അഡ്വാൻസായി പോകും. നിനക്ക് മനസ്സിലാകില്ലേ? നിനക്കും ഈ സമയത്ത് നല്ല ഇളക്കമുള്ള സമയമല്ലേ? അപ്പോൾ പിന്നെ അവനില്ലാതിരിക്കുമോ എന്ന് ചോദിച്ചു. അല്ല, അവിടെ ഒത്തിരി പേരുണ്ടല്ലോ, അതിൽ ആദർശിന് മാത്രം തമ്മേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിപ്പിക്കും. അമ്മ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് എൻ്റെ തോളിൽ അമർത്തി. പൊട്ടാ, ആണുങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു സവിശേഷത കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ പെണ്ണുങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുത്ത കുതിരയുടെ മുകളിലുള്ള സവാരി അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതും ചിനച്ചു പായുന്ന വലിയ കുതിര എന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. അമ്മ ഒരു കള്ളി തന്നെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ കവിളിൽ ഒന്ന് കിള്ളിയിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ അവനെ ഇന്ന് തന്നെ ഞാൻ വിളിക്കട്ടെ. 10-11 ആകുമ്പോഴേക്കും അവൻ വന്നോട്ടെ. അതിനെന്താ, അമ്മ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വിളിച്ചു. പക്ഷേ ഞാനിപ്പോൾ റൂമിലായിരുന്നു. അവിടെ എൻ്റെ ലാപ്ടോപ്പിൽ ഓരോന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അവിടെ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. കാര്യം അത് എൻ്റെ ഏരിയ അല്ലെന്ന് ഓർത്തു. അങ്ങനെ കുറേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു ദിവസം ചോദിച്ചു, ഇന്നലെ എന്താമേ ശബ്ദം വളരെ കൂടുതലായിരുന്നല്ലോ എന്ന്. അപ്പം അമ്മ എന്നോട് പറയുകയാണ്, എനിക്ക് സംശയമുണ്ട്, നീ വന്ന് നോക്കുന്നുണ്ടോയെന്ന്. അതല്ലാതെ ഇവിടെ വല്ല ഒളിക്യാമറ വെച്ചിട്ടുണ്ടോടാ? ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് അതിൻ്റെ ഒന്നും കാര്യമില്ല. ചിലപ്പം ഞാൻ വെച്ചിട്ടുണ്ടാകാം, അതിന് അമ്മയ്ക്ക് എന്താ? അമ്മ കാണിക്കുന്നതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ എൻ്റെ ഒളിക്യാമറ എന്ന് പറഞ്ഞു.
നീ എന്തേലും കാണിക്കേ, എനിക്കതൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നേരിട്ട് നീ വന്നിരുന്നെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവനും കുഴപ്പമൊന്നുമില്ല. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ സമ്മതപ്രകാരമാണ് എല്ലാമെന്ന്. അപ്പോൾ പിന്നെ അവനും നിന്നോട് ഒത്തിരി ഇഷ്ടം തന്നെ. വേണമെങ്കിൽ നീ വന്നു, ഒരു പ്രശ്നമില്ല നമ്മൾ പറഞ്ഞിട്ട് കൂളായിട്ട് പോയി. അതൊന്ന് ദഹിക്കാൻ എനിക്ക് 2 മാസം എടുത്തു. പിന്നെ അമ്മ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ പ്രശ്നമുണ്ടോയെന്ന്. അമ്മ പറഞ്ഞു വന്നാൽ നിനക്കെന്തെങ്കിലും പ്രശ്നം കാണും, എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സാകെ മാറി. കാരണം അമ്മ വളരെ നല്ല രീതിയിൽ സന്തോഷവതിയായാണ് മുന്നോട്ട് പോകുന്നത്. അമ്മയുടെ എല്ലാ ടെക്നിക്കുകളും കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എത്ര ഫലപ്രദമായ ചുവടുകളാണ് അമ്മ വയ്ക്കുന്നത്. അമ്മയുടെ ഫ്രണ്ടാണെങ്കിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു കലാപ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 3-4 വട്ടമായി കഴിഞ്ഞപ്പോഴേക്കും അയാൾ എന്നോട് ജോയിൻ ചെയ്യാൻ ആരംഭിച്ചു. ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞത് എല്ലാ പഠിപ്പുരയും കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നാണ്. അങ്ങനെയായപ്പോൾ എനിക്കും നിർബന്ധപൂർവം ആ ഒരു നൃത്ത ചുവടുകളിലേക്ക് ഒന്ന് കടക്കേണ്ടി വന്നു. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അമ്മയ്ക്ക് ഒരു പ്രയാസവുമില്ല, അങ്ങേർക്കും. അങ്ങനെ ഞാനും ആ ഒരു ലൂപ്പിൽ പെട്ടുപോയി മാഡം. കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചില സമയത്ത് കുറ്റബോധം കൊണ്ട് അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊക്കെ അമ്മയോട് കാണിച്ചത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. പക്ഷേ ഈ അടുത്ത കാലത്ത് അമ്മ തുറന്നു പറഞ്ഞു അച്ഛൻ അങ്ങനെയൊന്നുമില്ലായിരുന്നു. പുള്ളിയെക്കൊണ്ട് ഒരു കാശിനും കൊള്ളില്ല. 2 കുട്ടികൾ ഉണ്ടായി എന്ന് മാത്രം. എനിക്കങ്ങനെ പണ്ടേ വെറുപ്പാണ്. ഞാൻ ഒരവസരം നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും ഷോക്കായിരിക്കുകയാണ്. എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞത് ജീവിക്കുമ്പോൾ നന്നായി ജീവിക്കണം, അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവസരങ്ങൾ എപ്പോഴും ആളുകൾ തേടി വരില്ല. എൻജോയ് എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. ഇതിപ്പോൾ അച്ഛൻ പ്രശ്നക്കാരനാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ മാടമ്പള്ളിയിലെ മനോരോഗി അമ്മയാണ് മാഡം. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോൾ ആർക്കും മനോരോഗവുമില്ല, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളുമില്ല. അഹങ്കാരവും അതിബുദ്ധിയുമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിതിനെ അനുകൂലിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ആ വൃത്തത്തിൽ കടന്ന് നിങ്ങൾ തുള്ളേണ്ട കാര്യമില്ല. അതൊക്കെ അവസാനം കുറ്റബോധത്തിലും മറ്റു പല പ്രശ്നങ്ങളിലും കലാശിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വിവേകം നഷ്ടപ്പെടും. അതുമാത്രമല്ല അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കുരുക്കുകളുള്ള ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. മകൻ മകൻ്റെ സ്ഥാനത്തും അമ്മ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുക. കുറ്റബോധമുണ്ടെങ്കിൽ ഇതൊക്കെ നിർത്താനും അമ്മയെ ഉപദേശിക്കാനും അച്ഛനും അമ്മയും തമ്മിലുള്ള ഗ്യാപ്പുകൾ എന്താണെന്നറിഞ്ഞ് അത് പരിഹരിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ലെങ്കിൽ ഓക്കെ, വെറുതെ വിടുകയെങ്കിലും ഇത്തരമൊരു കാര്യം വീട്ടിൽ നടക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയോ നിങ്ങളതിൽ ചെന്ന് വിടുകയും ചെയ്യരുത്. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അത് വിവേകപൂർവ്വം ചിന്തിച്ച് പെരുമാറുക കേട്ടോ. അമ്മമാരാണെങ്കിലും അവർ കളത്തിനെ പറയും കാര്യം. ഇപ്പോൾ അവരത്ര വിദഗ്ധമായിട്ടാണ് നിങ്ങളോട് കഥകളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. നിങ്ങളൊരിക്കലാണെങ്കിലും അച്ഛനോടോ അല്ലെങ്കിൽ ആ കാര്യം ഉള്ളതാണെന്ന് പോലും തിരക്കാതെ അന്ധമായി അവരെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ദുഃഖിക്കേണ്ട ഒരവസ്ഥയിൽ വന്നു. അങ്ങനെ ഒരിക്കലും ഒരു മകൻ ചെയ്യരുതായിരുന്നു. ഇതൊക്കെ നോക്കണമായിരുന്നു. ഈ പറഞ്ഞ പോലെ ആരെയും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം. എന്താ ചെയ്യുക? എങ്കിലും ബുദ്ധിപൂർവ്വം ജീവിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്.